Kasim നമുക്കൊപ്പം Adityan ഇപ്പോൾ sound ടി result സിദ്ദിഖ് there MLA had been ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ടി സിദ്ദിഖ്, ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ ക്യാമ്പസിൽ നടന്ന പരസ്യ വിചാരണയെക്കുറിച്ച്, ക്രൂരമർദ്ദനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു ഡീൻ എന്നത് ഡീനിന്റെ സസ്പെൻഷന് ശേഷം ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരമായ പീഡനത്തിന്റെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറയുന്നുണ്ട്. ഇനി എന്തിനാണ് സർക്കാർ മടിച്ചു നിൽക്കുന്നത്, ശ്രീ ടി സിദ്ദിഖ്? ഒന്ന് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇതിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ ശ്രീ സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ വന്നിരിക്കുന്ന 18 ആന്റി മോർട്ടം ഇഞ്ചുറീസ്, അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ യൂറിനറി ബ്ലാഡർ വേർ എംപ്റ്റി, സ്റ്റൊമക്കിലുള്ളത് ബ്രൗൺ ഫ്ലൂയിഡ് മാത്രം. അങ്ങനെ തുടങ്ങി അദ്ദേഹത്തെ ഹാങ് ചെയ്തതായിരിക്കുന്ന കഴുത്തിൽ അതിന് തക്കതായിരിക്കുന്ന ഹാങ് ചെയ്തതായിരിക്കുന്ന കാര്യമായിട്ടുള്ളതായ ക്ഷതമോ മറ്റുള്ളതോ ഇല്ല എന്നുള്ള കണ്ടെത്തൽ ഉൾപ്പെടെ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയതായിരിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് ഏൽക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ളതായിരിക്കുന്ന ഗുരുതരമായ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം ആ കുട്ടി അനുഭവിച്ചു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായി ഒരു കാര്യം കൂടെ പറയുന്നു. ഞാൻ ഇന്നലെയും തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ശ്രീ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി അച്ഛനോട് ദീർഘനേരം കുടുംബാംഗങ്ങളോട് സംസാരിച്ചയാളാണ് ഞാൻ. എൻ്റെ കയ്യിൽ അവിടെ ഒരു ഫോട്ടോയുണ്ട്, അവിടെയുള്ള ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയിൽ സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചതായി നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോയാണ്. ഞാൻ ആ ബാത്റൂം പത്രപ്രവർത്തകരെ അടക്കം അവിടെ പോകുന്നത്, അവിടെയുള്ള SFIക്കാർ പത്രപ്രവർത്തകരെ അടക്കം തടഞ്ഞപ്പോൾ ഞാൻ അവിടെ മാർച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി ബാത്റൂം ഉൾപ്പെടെ, സിദ്ധാർത്ഥന്റെ റൂം ഉൾപ്പെടെ, ഹോസ്റ്റൽ ഉൾപ്പെടെ, വിചാരണ നടന്ന സ്ഥലം ഉൾപ്പെടെ കണ്ടയാളാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതീവ ഗുരുതരമായ രീതിയിൽ, ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതീവ ഗുരുതരമായ രീതിയിൽ പീഡിപ്പിച്ച് ആക്രമണം നടത്തി അദ്ദേഹത്തിന്റെ ബോഡിയിലേക്ക് പിന്നെ ക്ഷതമേൽപ്പിച്ച് അതിനുശേഷം മരിക്കാൻ നേരത്ത് ഈ പയ്യനെ ഇവർ കെട്ടിത്തൂക്കി എന്നുള്ളത് വേണം അനുമാനിക്കാൻ. അത് കെട്ടിത്തൂക്കി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു സയന്റിഫിക് ഡോക്യുമെന്റ് എന്ന രീതിയിൽ അതിൽ പറയുന്നത് ഹാങ്ങിങ് ആണ് ഡെത്തിന്റെ കാരണം. ആ ഹാങ്ങിങ് ഡെത്തിന്റെ കാരണമാകാനുള്ള കാരണം, ഇവർ മരിക്കാൻ നേരത്ത് സിങ്കിങ് സ്റ്റേജിൽ ഈ പയ്യനെ ഇവർ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി എന്നുള്ളത് വേണം അനുമാനിക്കാൻ. ആ വെന്റിലേഷൻ അധികം ഹൈറ്റ് ഇല്ല, അവൻ തൂങ്ങിക്കിടക്കുന്നത് താഴെ തൊട്ടതായിരിക്കുന്ന രീതിയിലാണ്. ഇത്രയും രീതിയിൽ മൃഗീയമായി ആക്രമിച്ചിട്ടും ഇതുവരെ മുഴുവൻ പ്രതികളെ പിടിച്ചിട്ടില്ല. ഇതിൽ കൂട്ടുനിന്നതായിട്ടുള്ള ഈ വിവരം ഷെയർ ചെയ്യാതിരിക്കാൻ, പുറത്തു പോവാതിരിക്കാൻ നേതൃത്വം കൊടുത്ത യൂണിവേഴ്സിറ്റി അധികൃതരെ ഇതിന്റെ ഭാഗമാക്കിയിട്ടില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ CPMന്റെ പ്രമുഖരായ നേതാക്കൾ തന്നെ, ശ്രീ CK ശശീന്ദ്രനെ പോലെയുള്ള ആളുകൾ അവിടെ പോയി മജിസ്ട്രേറ്റിന്റെ റൂമിൽ വരെ ചേംബറിൽ വരെ എത്തുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് രാജഭരണമൊക്കെ എന്നോ കടന്നുപോയി. അപ്പൊ ഈ കുട്ടികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തതാണ്, ഇന്ന് ഈ സമയത്താണ് കൊണ്ടുവരുന്നത്, ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ എന്ന് ചോദിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. പുറത്തു വന്ന് അദ്ദേഹം DYSPയുമായും പോലീസുമായും വാക്കേറ്റം നടത്തുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ജയിലിൽ ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന ഗുരുതരമായ രീതിയിൽ കൊലപ്പെടുത്താൻ, ആക്രമിക്കാൻ, അടിച്ചമർത്താൻ, കൊല ചെയ്യാൻ, അത് കഴിഞ്ഞ് നിയമസഹായം ലഭ്യമാക്കാൻ, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ, ജയിലിൽ സൗകര്യം ചെയ്തു കൊടുക്കാൻ, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ നടക്കുകയാണ്. ഇതിൽ ഗുരുതരമായ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗുരുതരമായ സാഹചര്യം കൂടെ ഇതിന്റെ ഭാഗമായി ചേർത്ത് വായിക്കണം. അത് പരസ്യമായ വിചാരണ നടന്നു എന്നുള്ളതാണ്. ആര് ഭരിക്കുമ്പോഴാണ് ഈ വിചാരണ? ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ഒരു ക്യാമ്പസിൽ നടക്കാൻ പാടില്ലാത്തതും സർഗവിചാരധാരകളുടെ ആശയ സംഘർഷങ്ങൾ മാത്രം നടക്കേണ്ട ഒരു ക്യാമ്പസിൽ കൊലപാതകവും ആൾക്കൂട്ട വിചാരണയും ഏകപക്ഷീയമായിട്ടുള്ള സംഘടനാ ശൈലിയുടെ അധികാരപ്രമത്തതയും ഒരു കുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയ ദാരുണമായ കഥയാണിത്. ഇതിൽ ഏറ്റവും പ്രധാനമായി CBI അന്വേഷണമല്ലാതെ ഒരു കാരണവശാലും ഈ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല.
വ്യക്തമാണ് ശ്രീ ടി സിദ്ദിഖ് MLA. CBI അന്വേഷണം വേണം.